ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് 8 തീയതി പ്രഭാതത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായമാണ്. മനോഹരമായ ഒരു പാട്ട് ഈ അധ്യായത്തിലുണ്ട്. ഇതൊരു പാട്ടിൻ്റെ അധ്യായമാണ്. ദെബോര പാടിയതായിരിക്കുന്ന ഒരു പാട്ടാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. മനോഹരമായിരിക്കുന്ന ഒരു പാട്ടാണ്. ദെബോരയുടെ നേതൃത്വത്തിൽ ബാരാക്കും അവനോടുകൂടി ഉണ്ടായിരുന്ന സൈന്യവും കനാന്യർക്കെതിരെ യുദ്ധം ജയിച്ചു, സീസറയെ തോൽപ്പിച്ചു, അങ്ങനെ വിജയം വരിച്ചു. ഇനി യുദ്ധം നേടിയ ശേഷം അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്തതായിരിക്കുന്ന കാര്യം മനോഹരമായിരിക്കുന്നൊരു കാര്യമാണ്. അവർ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി പല കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. അവർ ഇസാഖാര്യരെക്കുറിച്ചും ബെന്യാമീനെക്കുറിച്ചും എഫ്രൈമിനെക്കുറിച്ചും മറ്റും അവർ ചിന്തിച്ചു. പെട്ടെന്ന് അവരുടെ ചിന്തകൾ രൂബേൻ്റെ നീർച്ചാലുകളിലേക്ക് പോയി. നീർച്ചാലുകൾ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളാണ്. ശാന്തമായി മെല്ലെ ഒഴുകുന്ന നീർച്ചാലുകൾ, മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന നീരൊഴുക്കുകളാണവ. കർഷകൻ്റെ വിയർപ്പിനെ തണുപ്പിക്കുന്ന നീരൊഴുക്കുകൾ തന്നെയാകുന്നു. ദെബോരയും ബാരാക്കും ഇസ്രായേൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പാട്ടുകൾ പാടുവാൻ തുടങ്ങി. കനാനിൽ എത്തിച്ചേർന്ന ഇസ്രായേൽ മക്കൾ മന്ദം ഒഴുകുന്ന നീരൊഴുക്കുകൾ കണ്ടതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു. അവരുടെ ചിന്തകൾ തിളച്ചു മറിഞ്ഞു. രൂബേൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ ആ നീർച്ചാലുകളെ കണ്ടു. ശത്രുവിനെ നിഗ്രഹിച്ച് അവർ ദേശം കൈവശമാക്കുന്നതും നീർച്ചാലുകളുള്ള ഭൂമി സ്വന്തമാക്കുന്നതും അവർ ചിന്തിച്ചു. എത്ര മനോഹരമാണ്. ഞാൻ വിചാരിക്കുന്നു ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ വിജയങ്ങൾ വരിച്ച ശേഷം നമ്മുടെ വിജയത്തെക്കുറിച്ചും നാം യുദ്ധം ചെയ്തതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയില്ല. എന്നാൽ ദെബോരയും ബാരാക്കും അങ്ങനെയല്ല ചെയ്തത്. അവർ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഓരോരോ ഗോത്രങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. അപ്പോഴാണ് രൂബേൻ്റെ ഗോത്രം അവർ ശ്രദ്ധയപ്പെട്ടത്. രൂബേൻ്റെ നീർച്ചാലുകളെക്കുറിച്ച് ചിന്തിച്ചു. അത് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളാണ്. അവരതേ രൂബേൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ നീർച്ചാലുകളെ അവർ കണ്ടു. ശത്രുവിനെ നിഗ്രഹിച്ച് ദേശം കൈവശമാക്കുന്നതും നീർച്ചാലുള്ള ഭൂമി സ്വന്തമാക്കുന്നതൊക്കെ അവർ ചിന്തിച്ചു. നമ്മുടെ വിജയങ്ങളുടെ നിമിഷങ്ങളിൽ നാം ദൈവത്തിന് പാട്ട് പാടണം കേട്ടോ. നാം ദൈവത്തിന് പാട്ട് പാടണം. ഭക്തന്മാരൊക്കെ അങ്ങനെയാണ്. ചെങ്കടൽ കടന്ന ശേഷം എന്ത് ചെയ്തു? എല്ലാ ഇസ്രായേലും മോശയുടെ നേതൃത്വത്തിൽ പാട്ട് പാടി. മിരിയവും സ്ത്രീകളും കൂടെ മാറി നിന്ന് പാട്ട് പാടി. പാടണം. ദൈവത്തിൻ്റെ ജനമാണ് പാടുന്നത്. ലോകത്തിലുള്ള മതങ്ങളിൽ ഏറ്റവും അധികം പാട്ട് പാടുന്ന ക്രിസ്ത്യാനികളാണ്. എന്തോ ഒരു പാട്ട് പുസ്തകങ്ങൾ, എന്തോ ഒരു പാട്ടുകളാണെന്നറിയാം. മറ്റു ചില മതങ്ങളിൽ അവരുടെ പാട്ടുകളെ നമ്മൾ കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ഹൃദയത്തിന് യാതൊരു സന്തോഷം വരുത്തുന്നതായിരിക്കുന്ന പാട്ടുകളല്ല. വേറെ ചില മതങ്ങൾക്ക് പാട്ടുകളേ ഇല്ല, അവർക്ക് പാടാനേ അറിയില്ല. എന്നാൽ ക്രിസ്തു മതത്തിൽ ബൈബിളുണ്ട്. ബൈബിൾ കാലങ്ങളിൽ മുഴുവൻ നോക്കിയാൽ പാട്ടുകളാണ്. ആദ്യകാലങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി പാട്ടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വിജയങ്ങളുടെ നിമിഷങ്ങളിൽ നാം ദൈവത്തിന് പാട്ട് പാടണം. സന്തോഷിക്കുന്ന ഒരു പാട്ട് പാടണം എന്നാണ്. പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് നല്ല സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണമെന്നാണ്. ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണം, നാവുകൊണ്ട് ദൈവത്തിന് പാടണം. സങ്കീർത്തനങ്ങളെന്ന് പറയുന്നൊരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. അത് പാട്ടിൻ്റെ പുസ്തകമാണ്. അവിടെയൊക്കെ പറയുന്ന ഉച്ചസ്വരത്തോടെ, കൈത്താളങ്ങളോടെ, കാഹളങ്ങളോടെ ഇങ്ങനെയൊക്കെ പാടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെബോരയും ബാരാക്കും പാട്ടുപാടി. എത്ര മനോഹരമായിരിക്കുന്നു അവരുടെ പാട്ടുകൾ. ആ പാട്ടുകൾ വായിച്ചാൽ തന്നെ എത്ര നല്ല ഭാഷയാണ്, എത്ര നല്ല ഈരടികളാണ് അവർ പാടിയത്. ആ നിമിഷങ്ങളിൽ അവർ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ അവർ അവലോകനം ചെയ്താണ് പാടിയത്. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകണം കേട്ടോ. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ദൈവം ചെയ്ത പ്രവർത്തനങ്ങളെ നാം തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. തിരിഞ്ഞു നോക്കി പാട്ട് പാടണം. നാം നമ്മുടെ വർത്തമാനകാലത്തിൽ തളച്ചിടുന്നവരാകരുത്. നാം ചരിത്രത്തിൽ പ്രവചനത്തിൽ മുന്നോട്ടും പോകണം. ഭാവിയിൽ കുതിക്കണമെങ്കിൽ പുറകിലേക്ക് നോക്കിയെങ്കിലേ കുതിക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണ് വർത്തമാനകാലത്ത് ജീവിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് നാം നേടുന്നതായിരിക്കുന്ന ശക്തി വർത്തമാനകാലത്ത് പ്രയോഗിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ മൂന്നും നമുക്കുണ്ടാകണം. അതൊക്കെയും ദൈവത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളാണ്. അതിലൊക്കെ ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ബോധപൂർവം ചിന്തിക്കണം. അതുകൊണ്ട് നാം അങ്ങനെ ചെയ്യണം. അപ്പോൾ ദെബോരയും ബാരാക്കും പാട്ടുപാടി. ഇപ്പോൾ രൂബേൻ്റെ നീർച്ചാലുകളെക്കുറിച്ച് പാടി. ഒരു കാര്യം പറഞ്ഞ് വെള്ളം ഉള്ളത് കൊണ്ട് മാത്രം കൊയ്ത്ത് നടക്കണമെന്നൊന്നുമില്ല. ആ വെള്ളം ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യണം. അതിനെ ചിന്തിക്കുന്ന മനസ്സ് വേണം. അങ്ങനെയാണ് രൂബേൻ്റെ ചിന്തകളെന്നാണ്. രൂബേൻ്റെ ചിന്തകളൊക്കെ നല്ല ചിന്തകളാണ്. അതുപോലെ ദെബോരയൊക്കെ മനസ്സിൽ ചിന്തിച്ചു. അവർ പറയും ഘനമേറിയ മനോനിർണ്ണയങ്ങളെന്നാണ് 15-ാം വാക്യത്തിൽ. ഘനമേറിയ മനോനിർണ്ണയങ്ങൾ അത് ഇന്നും ആവശ്യമാണ്. ഘനമില്ലാത്ത ചിന്തകൾ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അർത്ഥമില്ലാത്ത ചിന്തകളൊക്കെ ആളുകൾ ചിന്തിക്കും. ഘനമേറിയ ചിന്തകൾ രൂപേനുണ്ടായി. ചിന്തകൾക്കപ്പുറത്തുള്ള മനോനിർണ്ണയങ്ങളും അവനുണ്ടായി. അവൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ആഗ്രഹങ്ങൾ അന്വർത്ഥമാകണം. വികാരത്തെ ചരിത്രമാക്കണം. മനസ്സിൻ്റെ ഈണം കൈകൾ വാരിച്ചൊരിയണം.
എങ്കിലേ അനുഗ്രഹമാകൂ. ചിന്തയും അധ്വാനവും ചേർന്ന് പോകണം. വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നവരുണ്ട്, അവർ ദിവാസ്വപ്നങ്ങൾ കണ്ടെന്ന് വരും, പക്ഷേ ഒരിക്കലും അത് യാഥാർത്ഥ്യമാകുകയില്ല. അതുകൊണ്ട് തന്നെ വളരെയേറെ അധ്വാനിക്കുന്നവരുണ്ട്, അവർ ചിന്തിക്കാതെയും മനോനിർണ്ണയങ്ങൾ കൂടാതെ അധ്വാനിക്കുന്നവരാണ്. വെറുതെ അധ്വാനിക്കും, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അധ്വാനിക്കും, അവരുടെ അധ്വാനം കൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ടാകില്ല. ചിന്തയും അധ്വാനവും ഒരുമിച്ച് പോകണം, ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് പോകണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഇടത് കൈയും വലത് കൈയുമായി പ്രവർത്തിക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അതാണ് ദെബോര പാടിയ പാട്ടിൽ അതാണ് പറഞ്ഞത്, ചിന്തയും മനോനിർണ്ണയങ്ങളും പ്രവർത്തനങ്ങളും ഒരുമിച്ച് പോകണം. അതുകൊണ്ട് അധ്വാനത്തിന് മതിയായ പ്രതിഫലം പലപ്പോഴും ലഭിക്കുന്നില്ല. കാരണം എന്താണ്? ചിന്തിച്ചാലോചിച്ച് അല്ല പ്രവർത്തിക്കുന്നത്. വേറെ ചിലർ ചിന്തിച്ചാലോചിച്ചിരിക്കും, പ്രവർത്തിക്കുകയില്ല, അവർക്കും ഒന്നും ലഭിക്കുകയില്ല. എന്നാൽ ചിന്തിച്ചാലോചിച്ച് പ്രാർത്ഥിച്ച് ദൈവാശ്രയത്തോടുകൂടെ അധ്വാനിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വിജയകരമായി പ്രവർത്തിക്കുവാനായി ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ മൂന്നും കൂടെ ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് വിജയകരമായ അന്ത്യം ഉണ്ടാകുന്നത്. അങ്ങനെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ദെബോര പാടിയ മനോഹരമായിരിക്കുന്ന പാട്ടിനായി സ്തോത്രം ചെയ്യുന്നു. അവൾ പാടി കർത്താവേ, രൂപേൻ്റെ മനോനിർണ്ണയങ്ങൾ, ആഴമുള്ള ഘനമേറിയ മനോനിർണ്ണയങ്ങൾ എന്ന് പാടി. അത് ശരിയാണ് കർത്താവേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുവാനും ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാനും കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് മൂന്നും കൊണ്ട് ചേരുമ്പോഴാണ് വിജയമെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിനായ സ്തോത്രം. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. മഹത്വത്തോടെ നിൽക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.